എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 22-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഇതീരിതൈര്യാമ്യഭടൈരപാശ്രിതേ ഭവദ്ബടാനാഞ്ജഗണേ തിരോഹിതേ ഭവൽ സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപിഭവദ്ഭടൈരസൗ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇതീരിതൈർ, ഇതി ഈരിതൈ, ഇങ്ങനെ ഇതു കേട്ട് പിന്മാറിയ. യാമ്യഭടൈ, യമഭടന്മാർ. അപാശ്രിതേ, ഒഴിഞ്ഞു പോവുകയും. ഭവദ്ഭടാനാം ഗണേ, അങ്ങയുടെ ഭടന്മാരുടെ കൂട്ടം. തിരോഹിതേച, തിരോധാനം ചെയ്യുകയും ചെയ്തപ്പോൾ. ഭവത് സ്മൃതിം, അങ്ങയുടെ സ്മരണയോടെ. അസൗ കഞ്ചനകാലം, അജാമിളൻ കുറച്ചു കാലം കൂടി. ആചരൻ, ഭഗവത് സ്മരണയോടെയുള്ള ജീവിതം ആചരിച്ചു. ഭവത് പദം പ്രാപി, അങ്ങയുടെ പരമപദം പ്രാപിക്കാനായി വൈകുണ്ഠത്തിലേക്ക് നയിക്കപ്പെട്ടു. ആരാൽ? ഭവത് ഭടൈ, അങ്ങയുടെ ഭടന്മാരാൽ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഇതു കേട്ട് പിന്മാറിയ യമഭടന്മാരെ തുടർന്ന് അങ്ങയുടെ ഭടന്മാരും അപ്രത്യക്ഷരായി. ഇങ്ങനെ കുറേ കാലം അങ്ങയെ സ്മരിച്ചു ജീവിച്ച അജാമിളൻ പിന്നീട് അങ്ങയുടെ ഭടന്മാരാൽ പരമപദത്തിലേക്കു തന്നെ നയിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ.